ഹായ്, എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ എണ്ണ നിറച്ച കരണ്ടി എന്ന പാഠത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും തയ്യാറാണല്ലോ? ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ജ്ഞാനിയുടെ കൊട്ടാരത്തിനകത്ത് കച്ചവടക്കാരൻ്റെ മകനെ വിസ്മയിപ്പിച്ച ദൃശ്യങ്ങൾ എന്തെല്ലാം? ഇത് വളരെ വ്യക്തമായി തന്നെ പാഠഭാഗത്ത് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഉത്തരം നോക്കാം. ജ്ഞാനിയുടെ കൊട്ടാരം സാന്റിയാഗോയെ വളരെയധികം വിസ്മയിപ്പിച്ചു. അതിദിവ്യനായ ഒരു സന്യാസി വര്യനെയാണ് സാന്റിയാഗോ അവിടെ പ്രതീക്ഷിച്ചത്. എന്നാൽ അങ്ങനെയുള്ള ഒരാളല്ലായിരുന്നു ജ്ഞാനി. ഒരു വലിയ മനോഹരമായ കൊട്ടാരമാണ് സാന്റിയാഗോ അവിടെ കണ്ടത്. അവിടെ നല്ല തിരക്കായിരുന്നു. ചിലർ മൂലകളിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ചെറിയ ഒരു ഗാനമേള നടക്കുന്നു. അതിനപ്പുറത്ത് സമൃദ്ധമായ ഒരു ഊണുമേശ കാണാമായിരുന്നു. വലിയ തളികകളിൽ നിറച്ച് ആസ്വാദ്യകരമായ പലതരം വിഭവങ്ങൾ വിളമ്പി വച്ചിരിക്കുന്നു. ഊണുമുറിയിലെ തിരശീലകൾ പേർഷ്യയിൽ നിന്നും നെയ്തു കൊണ്ടുവന്ന മനോഹരങ്ങളായിരുന്നു. ഉദ്യാനവും അതിനു ചുറ്റുമുള്ള മലനിരകളും വളരെ മനോഹരമായിരുന്നു. വിപുലമായ ഗ്രന്ഥശേഖരവും അവിടെ ഉണ്ടായിരുന്നു. കൊട്ടാരത്തിൻ്റെ ചുമരിലും തട്ടിൻ ഭാഗങ്ങളിലും പലതരം കലാസൃഷ്ടികൾ വരച്ചിട്ടുണ്ട്. ഇതാണ് ഉത്തരം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം: ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. അപ്പോഴും കൈവശമുള്ള കരണ്ടിയും അതിലെ 2 തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം. അത് തന്നെയാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. ഇത് ജ്ഞാനിയുടെ വാക്കുകളാണ്. അടുത്തതായിട്ട് നമ്മൾ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ വിഷുക്കണി എന്ന കവിതയിലെ 4 വരി കവിതയാണ് കാണുന്നത്. ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. ഇത് തമ്മിൽ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സന്തോഷത്തിൻ്റെ രഹസ്യമന്വേഷിച്ച് ജ്ഞാനിയുടെ കൊട്ടാരത്തിലെത്തിയ ഇടയബാലനായ സാന്റിയാഗോവിന് ജ്ഞാനി നൽകിയ ഉപദേശമാണ് ആദ്യ വാക്യം. സന്തോഷത്തിലും സുഖത്തിലും ജീവിക്കുമ്പോൾ അതിൽ മുങ്ങിപ്പോകാതെ മനസ്സിനെ നിയന്ത്രിച്ച് ജീവിക്കണമെന്നാണ് ജ്ഞാനി നിർദ്ദേശിച്ചത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷഭരിതമാകും. കവിതയുടെ ആശയം നോക്കൂ. നഗരവൽക്കരണവും സാങ്കേതിക വിദ്യകളും എത്ര വളർന്നു വികസിച്ചാലും, അതായത് ആധുനിക ജീവിത രീതി എത്ര വന്നാലും, ഗ്രാമത്തിൻ്റെ നന്മയും വിശുദ്ധിയും ജീവിത മൂല്യങ്ങളും സംസ്കാരവും മനസ്സിൽ സൂക്ഷിക്കണമെന്ന് കവി പറയുന്നു. പാഠഭാഗത്ത് കരണ്ടിയും എണ്ണയും ജീവിതമൂല്യങ്ങളുടെ പ്രതീകമാകുമ്പോൾ കവിതയിൽ കൊന്നപ്പൂവാണ് പ്രതീകം. പ്രലോഭിപ്പിക്കുന്ന പുറം കാഴ്ചകളിലും സുഖങ്ങളിലും മുങ്ങുമ്പോഴും നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് ജീവിതമൂല്യങ്ങൾ കൈവെടിയാതെ ജീവിക്കണമെന്ന് കഥാഭാഗം നമുക്ക് അറിവ് നൽകുന്നു. കൊന്നപ്പൂവിൻ്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം ജീവിതമൂല്യങ്ങൾ കൈവെടിയാതെ ജീവിക്കണമെന്ന ആശയമാണ് കവിത നമുക്ക് നൽകുന്നത്. കവിതയിലെയും കഥാഭാഗത്തെയും ആശയം ഒന്നു തന്നെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സന്യാസി വര്യൻ ജ്ഞാനികളിൽ ജ്ഞാനിയാണ്. ഈ പ്രസ്താവനയുടെ സാധുത പരിശോധിച്ച് പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. സന്യാസി വര്യൻ ജ്ഞാനികളിൽ ജ്ഞാനിയാണ്. അറിവുള്ളവരിൽ അറിവുള്ളവനാണ്.
ജ്ഞാനികളിൽ ജ്ഞാനി ആരും കാണാത്ത കാഴ്ചകൾ കാണുന്നു. ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് നയിക്കുന്ന ജ്ഞാനികൾ അറിവ് പകർന്ന് നൽകുമ്പോൾ ജ്ഞാനികളിൽ ജ്ഞാനി സ്വയം കണ്ടെത്താൻ ഓരോരുത്തരെയും സഹായിക്കും. ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിക്കുമ്പോഴും കൈവശമുള്ള കരണ്ടിയും അതിലെ എണ്ണയും മനസ്സിലുണ്ടായിരിക്കണമെന്നും അതാണ് സന്തോഷത്തിൻ്റെ രഹസ്യമെന്നും സന്യാസി കച്ചവടക്കാരൻ്റെ മകനെ പഠിപ്പിക്കുന്നു. ഇവിടെ ഈ സന്യാസി അല്ലെങ്കിൽ ഈ ജ്ഞാനി നേരിട്ട് ജീവിത തത്വം പഠിപ്പിക്കുന്നില്ല. അത് സ്വയം കണ്ടെത്താൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഒരു പട്ടിക പൂർത്തിയാക്കാൻ തന്നിട്ടുണ്ട്. വന്ന കുട്ടി വന്നു, കണ്ട കാഴ്ച കണ്ടു. അല്ലെ, കാലം പോയി എന്നത് പോയ കാലം എന്നാക്കാം. ഇതുപോലെയുള്ള പട്ടിക. എന്താണത്? ഈ പട്ടികയുടെ അർത്ഥം ഇത് ക്രിയ എന്താണെന്ന് പറഞ്ഞു തരികയാണ്. ക്രിയ എന്നാൽ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ്. ഞാൻ ഓടി എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ക്രിയാശബ്ദം ഓടി എന്നതാണ്. ഓടുക, ഓടി എന്നുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ശബ്ദത്തിനെ ക്രിയ എന്ന് പറയുന്നു. ക്രിയയ്ക്ക് 2 വിഭാഗങ്ങളുണ്ട്. മുറ്റുവിന, പറ്റുവിന. മുറ്റുവിന, പറ്റുവിന എന്ന് പറയും. വന്ന കുട്ടി, ഇവിടെ വന്ന കുട്ടി, വന്ന എന്നത് ഒരു അപൂർണ ക്രിയയാണ്, പൂർണ്ണമാകുന്നില്ല. വന്ന കുട്ടി, ആ വന്ന എന്ന ക്രിയ ഇവിടെ അപൂർണമാണ്. ഇങ്ങനെയുള്ള അപൂർണ ക്രിയയ്ക്ക് മുറ്റുവിന എന്ന് പറയുന്നു. എന്നാൽ കുട്ടി വന്നു എന്ന് പറയുന്നു, അത് അവിടെ വന്നു എന്നുള്ള ക്രിയ പൂർണ്ണമായിട്ടുണ്ട്, അപൂർണമല്ല, പൂർണ്ണ ക്രിയയാണ്. അപ്പോൾ പൂർണ്ണക്രിയയ്ക്ക് നമ്മൾ പറ്റുവിന എന്ന് പറയുന്നു. മുറ്റുവിനയല്ല, പറ്റുവിന എന്ന് പറയുന്നു. അപ്പോൾ അപൂർണക്രിയ മുറ്റുവിനയും പൂർണ്ണക്രിയ പറ്റുവിനയും. ഇവിടെ ഉദാഹരണത്തിൽ വന്ന കുട്ടി എന്നതിലെ വന്ന് എന്നുള്ളത് മുറ്റുവിനയും, കുട്ടി വന്നു എന്നുള്ളതിലെ വന്നു എന്നത് പറ്റുവിനയുമാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു അടുത്ത ചോദ്യം. താഴെ കൊടുത്ത മാതൃകയിൽ നിങ്ങൾക്ക് പരിചിതമായ ഏതെങ്കിലും ഒരു കൃതിക്ക് പുറന്താൾ കുറിപ്പ് തയ്യാറാക്കുക. നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ളത് ആൽക്കമിസ്റ്റ് പൗലോ കൊയ്ലോ എന്ന ഒരു പുറന്താൾ കുറിപ്പാണ്. ഞാനത് വായിക്കാം. ആട്ടിൻ പറ്റങ്ങളെ മേച്ചു നടക്കുമ്പോൾ സാന്റിയാഗോ എന്ന ഇടയബാലൻ്റെ കൈ പിടിച്ച് ഒരു കുട്ടി അവനെ ഈജിപ്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും പിരമിഡുകളുടെ സമീപമുള്ള നിധി കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. സാന്റിയാഗോ ഈ സ്വപ്നദർശനത്തിൻ്റെ പ്രേരണയിൽ യാത്ര തിരിക്കുന്നു. ആൽക്കമിസ്റ്റ് ആ യാത്രയുടെ കഥയാണ്. ജീവിതത്തിലൂടെ സന്ദേഹിയായ മനുഷ്യൻ നടത്തുന്ന തീർത്ഥയാത്ര ഐഹിക ജീവിതത്തിന് ദൈവികമായ സൗന്ദര്യം നൽകുന്ന വഴിയാണ് ലോകപ്രശസ്ത ബ്രസീലിയൻ സാഹിത്യകാരൻ പൗലോ കൊയ്ലോയുടേത്. വായനക്കാരുടെ ജീവിതത്തെയാകെ മാറ്റിമറിക്കുന്നു ആൽക്കമിസ്റ്റ് എന്ന കൃതി. ഇതാണ് പുറന്താൾ കുറിപ്പ്. അപ്പോൾ നമുക്കൊരു പുറന്താൾ കുറിപ്പ് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു പുസ്തകത്തിൻ്റെ പുറകുവശത്തെ പേജിൽ ആ പുസ്തകത്തെക്കുറിച്ച് ചേർത്തിരിക്കുന്ന ലഘുകുറിപ്പാണ് പുറന്താൾ കുറിപ്പ്. പുറന്താൾ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. 1. പുസ്തകത്തിൻ്റെ പേരാണ് ശീർഷകം, തലക്കെട്ട്. 2. ഭാഷ ലളിതമായിരിക്കണം. പുറന്താൾ കുറിപ്പിൻ്റെ ഭാഷ ലളിതമായിരിക്കണം. 3. ഹ്രസ്വമായിരിക്കണം, നീട്ടിപ്പരത്തി ദീർഘിപ്പിക്കരുത്, ചെറുതായിരിക്കണം. പിന്നെ 4-മത്തേത് ആസ്വാദനത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു കൃതിയുടെ പുറന്താൾ കുറിപ്പ് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ വായിച്ചിട്ടുള്ള ഏതെങ്കിലും പുസ്തകത്തിൻ്റെ മതി. ഞാനിവിടെ ഒരു ഉദാഹരണം തരാം. ആടുജീവിതം
നമുക്കെല്ലാം പരിചിതമാണ് ആ കൃതി. ബെന്യാമിൻ ആണ് അത് എഴുതിയിരിക്കുന്നത്. തൊഴിൽ തേടി ഗൾഫിലേക്ക് പോകുന്ന നജീബ് എന്ന നാട്ടിൻപുറത്തുകാരൻ്റെ ജീവിത യാതനകളുടെ കഥയാണ് ആടുജീവിതം. അയാൾ അനേക വർഷം മരുഭൂമിയിൽ ആടുകളെയും ഒട്ടകങ്ങളെയും മേച്ച് ഉടമസ്ഥന്റെ കഠിനമായ പീഡനങ്ങൾ സഹിച്ച് ജീവിക്കുന്നു. ഒടുവിൽ ആ ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്ന കഥയാണ് നാം കാണുന്നത്. എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടായാലും അവയോട് എതിർത്തും മനസ്സിൽ ധൈര്യവും ഈശ്വരവിശ്വാസവും പുലർത്തുകയും ചെയ്താൽ പ്രതിബന്ധങ്ങളിൽ നിന്നും മോചനം ലഭിക്കും എന്ന് ഈ കൃതി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ലഘു ഉപന്യാസമാണ് ചോദ്യം. പ്രത്യാശയാണ് എല്ലാവരുടെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ചാലകശക്തി. ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ ആസ്പദമാക്കി ഈ പ്രസ്താവന വിലയിരുത്തി ലഘു ഉപന്യാസം തയ്യാറാക്കുക. പ്രത്യാശ, ആശ, അതാണ് എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്നത്. നോക്കാം. ഒരു വ്യക്തിയുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് പ്രത്യാശയാണ്. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന്, പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങി നല്ല ഉദ്യോഗം കരസ്ഥമാക്കി ജീവിതത്തെ ഉന്നതിയിൽ എത്തിക്കുക എന്ന പ്രത്യാശ നമ്മളിലുണ്ട്. എന്തും നേടാൻ നമ്മളിൽ പ്രത്യാശ, ആശ, ആഗ്രഹം വേണം. നിരാശയിൽ നിന്നും ഒന്നും നേടാനാകില്ല. ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കീറ് ആകാശവും ആകാശത്തായിരിക്കുമ്പോൾ ഒരു പിടി മണ്ണും സൂക്ഷിക്കുക. ഭൂമിയിൽ നിങ്ങൾ തളിർക്കും, ആകാശത്തിലും വേരുപടരും എന്ന PK പാറക്കടവിൻ്റെ കഥ പ്രത്യാശയിൽ അധിഷ്ഠിതമാണ്. വിജയലക്ഷ്മിയുടെ പുതുവർഷം എന്ന കവിത എല്ലാത്തരം കൂരിരുട്ടിനെയും നീക്കി ജീവിതത്തിൽ പ്രത്യാശ നിറയ്ക്കുന്നു. പുതുവർഷം പ്രത്യാശയുടേതാണ്. പുതുവർഷത്തിൽ നല്ലത് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പൊൻകുന്നം വർക്കിയുടെ ആ വാഴവെട്ട് എന്ന കഥ പ്രത്യാശയുടെ പാഠമാണ് പകർന്നു നൽകുന്നത്. റാഹേൽ കൃഷിയോട് കാണിക്കുന്ന താൽപ്പര്യം കൃഷി നശിച്ചു പോകില്ല എന്ന പ്രതീക്ഷ നൽകുന്നു. ചുരുക്കത്തിൽ, പ്രത്യാശയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പലതും നേടാൻ കഴിയൂ. സന്തോഷത്തിൻ്റെ രഹസ്യം തിരിച്ചറിയുന്നതോടെ സാന്റിയാഗോയുടെ മനസ്സിലും പ്രത്യാശ നിറയുന്നു. അതാണ് നമ്മൾ എണ്ണ നിറച്ച കരണ്ടി എന്ന പാഠഭാഗത്ത് കാണുന്നത്. ഏകദേശം എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ